വെൽക്കം ബാക്ക് ടു MS സൊല്യൂഷൻസ്. കാർത്തിക മിസ് ആണ്. സോ നമ്മുടെ സ്കൂൾ തുറന്നു കഴിഞ്ഞു, അതോടൊപ്പം തന്നെ ഓണം എക്സാമിന്റെ ഡേറ്റും പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. സോ ഓഗസ്റ്റ് 13 നമ്മുടെ ഓണം എക്സാം തുടങ്ങുന്നതാണ്. അതിനു മുന്നേ ഈ ഒരു 2.5 മാസം കൊണ്ട് നമുക്ക് എങ്ങനെ മാത്സ് സെറ്റ് ആയിട്ട് പഠിക്കാം, അതേപോലെ തന്നെ എന്തിന് ഞാൻ ഇപ്പോൾ തന്നെ ഈ ഒരു സ്റ്റഡീസിൽ അല്ലെങ്കിൽ മാത്സ് പഠിക്കുന്നതിൽ ഇത്ര അധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നൊക്കെയുള്ള പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കും. അതെല്ലാം ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും എന്തിനാ എല്ലാവരും 8ാം ക്ലാസ്സിൽ തന്നെ പഠിക്കാൻ പറയുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലെ? എടാ മക്കളെ, നിങ്ങൾ ആലോചിക്കുക, 8ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നിങ്ങൾക്ക് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും വരുന്നത്. സോ ഇവിടെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചിട്ടില്ല, ഇവിടെ നിങ്ങൾക്ക് കൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ 9ലും 10ലും എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. 10ാം ക്ലാസ്സിൽ ഫുൾ A+ എന്ന് പറയുന്നത് കേരളത്തിലെ ഏതൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നമാണ് അല്ലെ? അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം മുതൽ, അതായത് 8ാം ക്ലാസ് മുതൽ തന്നെ ആ കാര്യങ്ങളെല്ലാം കൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആക്കി പഠിച്ചിട്ട് വേണം പോവാൻ. 10ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കുന്ന പല ടോപ്പിക്സിന്റെയും പല ചാപ്റ്റേഴ്സിന്റെയും ബേസ് വരുന്നത് 8ാം ക്ലാസ്സിലാണ്. സോ 8ാം ക്ലാസ് ഉഴപ്പിക്കഴിഞ്ഞാൽ നമ്മുടെ ബേസ് എന്താവും? പാളിപ്പോവും. അതുമാത്രമല്ല, ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ വെച്ച് നോക്കുന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചില ഫൗണ്ടേഷൻ കാര്യങ്ങളുണ്ട്, ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഫ്രാക്ഷൻ, ഡെസിമൽസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതേപോലെ തന്നെ കൺസെപ്റ്റുകളുടെ കാര്യത്തിലും ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതിലെല്ലാം നമ്മൾ വളരെയധികം സ്ട്രോങ് ആയിരിക്കണം. എങ്കിലാണ് നമുക്ക് വലിയ ക്ലാസ്സിലേക്ക് എത്തുന്തോറും അതിന് മുകളിലേക്ക് നമുക്ക് ബിൽഡ് ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ ബേസ് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലേക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിന് മുകളിലേക്ക് നമ്മൾ ടോപ്പിക്സ് കവർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആകെപ്പാട് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് മാറും. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവാതെയാവും, വ്യക്തത ഇല്ലാതെയാവും. ആകെ നമുക്ക് ആ ഒരു ടോപ്പിക് പഠിക്കാനും സബ്ജക്റ്റ് പഠിക്കാനും ഒന്നും ഇൻട്രസ്റ്റ് ഇല്ലാതെയാവും. മാർക്കും നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും മാത്സിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, അതിൽ നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആവണം. മൂന്നാമത്തെ കാര്യമാണ് കോൺഫിഡൻസ് ബൂസ്റ്റർ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം 8, 9 നോക്കുക പോലും ഇല്ല. പക്ഷെ 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ നമുക്ക് ആ ഒരു ചിന്ത വരും, എനിക്ക് ഫുൾ A+ വേണം. നമ്മുടെ പാരൻസിനാണെങ്കിലും വരും, എൻ്റെ മകൾക്ക് ഫുൾ A+ കിട്ടണം. അതുവരെ നമ്മുടെ സ്റ്റഡീസിന്റെ കാര്യത്തിലൊന്നും ആരും ശ്രദ്ധിക്കില്ല, നമ്മളും ശ്രദ്ധിക്കില്ല, ഒക്കെ പാസ്സായി അങ്ങ് പൊക്കോളൂല്ലോ എന്നുള്ള ചിന്തയായിരിക്കും നമുക്ക്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നിങ്ങളൊന്ന് നോക്കിക്കേ, നിങ്ങളിപ്പോൾ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ എല്ലാ സബ്ജക്ട്സിലും A+ വാങ്ങി എന്ന് വിചാരിക്കുക. 8ലൊക്കെ ഫുൾ A+ കിട്ടിയോ എന്നുള്ളത് ഒരാളും നമ്മളോട് ചോദിക്കില്ല, ചോദിക്കണ്ട, വേണ്ട. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? വാങ്ങണം. 40 മാർക്കിന്റെ സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ 40 മാർക്ക്, 60 മാർക്കിന്റെ ബേസിക് സയൻസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ 60 മാർക്കും നമ്മൾ സ്കോർ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക? എല്ലാ സബ്ജക്ട്സിലും ഫുൾ A+ കിട്ടി എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും 9ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ആ ഒരു എനർജി ഉണ്ടാവില്ലേ? ആ ഒരു എനർജിയോട് കൂടി തന്നെ നമ്മൾ പഠിച്ചു, നമ്മൾ ആ ഒരു പോസിറ്റീവ് വൈബിൽ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 9ാം ക്ലാസ്സിലും നമുക്ക് എന്ത് ചെയ്യും? 9ാം ക്ലാസ്സിലും നമുക്ക് ഫുൾ A+ കിട്ടും. നമ്മൾ കിഡിലോ ആയിട്ട് വരികയാണ് അല്ലെ? 8ലെ കാര്യങ്ങൾ നമുക്ക് പ്രോപ്പർ ആയിട്ട് അറിയാം, 9ലെ കാര്യങ്ങൾ നമുക്ക് പ്രോപ്പർ ആയിട്ട് അറിയാം, നമുക്ക് 2 ക്ലാസ്സിലും ഫുൾ A+ ഉണ്ട്. സോ 10ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഉള്ളിലൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും അല്ലെ? അതല്ല, നിങ്ങൾ ആലോചിച്ചേ, 8 പഠിച്ചില്ല, 8 ഉഴപ്പി നടന്നു, 9 പഠിച്ചില്ല, അടുത്ത കൊല്ലം നോക്കാലോ എന്ന് വിചാരിച്ച് നടന്നു, നമുക്ക് ഇതിന്റെ ബേസും കാര്യങ്ങളും ഒന്നും അറിയില്ല. 10ാം ക്ലാസ്സിൽ എത്തിയിട്ട് ഒരു സുപ്രഭാതത്തിൽ എനിക്ക് ഫുൾ A+ വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ, എന്ന് സ്വപ്നം കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ പല ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്, പല ഡൗട്ടുകളായിരിക്കും. എന്നെ കൊണ്ട് പറ്റുമോ? എനിക്ക് ഫുൾ മാർക്ക് നേടാൻ പറ്റുമോ? ഫുൾ A+ കിട്ടുമോ? ഈ സബ്ജക്ട്സ് എല്ലാം എന്നെ കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുമോ? 10 സബ്ജക്ട്സ് ഉണ്ട്, ഇതൊക്കെ ഞാൻ എങ്ങനെയാ പഠിക്കുക അല്ലേ? അങ്ങനെ പല ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ 8ാം ക്ലാസ് മുതൽ തന്നെ ഫുൾ A+ ഒക്കെ വാങ്ങി നല്ല മാർക്കോട് കൂടി പ്രോപ്പർ ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഗ്രാജുവലി നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് വരും. അപ്പോൾ ആ കാര്യങ്ങൾ എൻ്റെ കുട്ടികൾ ശ്രദ്ധിക്കണം. ഇനി ഓണം എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് 13 എക്സാം തുടങ്ങുന്ന സമയത്ത് മാത്സിന് നിങ്ങൾക്ക് വരുന്നത് ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ആയിരിക്കും എക്സാമിന്. നിങ്ങളുടെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ അതിൽ 7 ചാപ്റ്റേഴ്സ് കാണും. അതിലത്തെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? സ്ക്വയേഴ്സ്, വർഗ്ഗങ്ങൾ, ഈക്വൽ ട്രയാങ്കിൾസ്, തുല്യ ത്രികോണങ്ങൾ, സ്ക്വയർ ഐഡന്റിറ്റീസ്, വർഗ്ഗ സമവാക്യങ്ങൾ. ഈ 3 ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഓണം എക്സാമിന് പഠിക്കാനായിട്ട് ഉണ്ടാവുക. ഇനി ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്ന് മിസ് പറഞ്ഞു. എങ്ങനെ പഠിക്കണം?
അല്ലെങ്കിൽ പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സക്സസ്ഫുൾ ആവാൻ പറ്റും. ആദ്യത്തെ കാര്യം, മാത്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ദിവസവും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇന്ന് ഞാൻ കുറച്ച് പഠിച്ചു, ഇനി അടുത്ത ആഴ്ച ആവട്ടെ എന്നുള്ളതല്ല. എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ഫോർമുലാസ് മൊത്തം അതിലുള്ള ഇക്വേഷൻസ് എല്ലാം ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ഇപ്പം നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റിക്കി നോട്ട് അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് അതിലുള്ള ഇക്വേഷൻസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. രണ്ടാമത്തെ ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പേപ്പർ എടുക്കുക, അതിൽ പഠിക്കുന്ന ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുക. മൂന്നാമത്തെ ചാപ്റ്റർ സ്ക്വയർ ഐഡന്റിറ്റീസ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞാൽ അതിലെ ഇക്വേഷൻസ് അല്ലെങ്കിൽ ഫോർമുലാസ് നോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എക്സാമിന്റെ തലേ ദിവസം ഈ കാണുന്ന 3 പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക എന്നുള്ളത്. മിക്ക കുട്ടികൾക്കും പറ്റുന്ന ഒരു തെറ്റ്, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഡൗട്ട്സ് വന്നു കഴിഞ്ഞാൽ അത് മറ്റാരുടെയെങ്കിലും ചോദിച്ചിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കില്ല. ഫ്രണ്ട്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കളിയാക്കോ, ടീച്ചേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചീത്ത പറയോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ആയിരിക്കും ഒരുപാട് കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾ നോക്കേണ്ട കാര്യം, നമുക്കൊരു കാര്യം മനസ്സിലായിട്ടില്ല, അവിടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് ആരാണോ അവൈലബിൾ ആയിട്ടുള്ളത്, ആരാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്, നിങ്ങൾ അവരോട് ചോദിച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ഫെസിലിറ്റീസും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഒന്നും അല്ലെങ്കിൽ MS സൊല്യൂഷന്റെ ഫാക്കൽറ്റീസ് എവിടെയുണ്ട്, നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ടോ കാര്യങ്ങളോ ആയിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ നമുക്ക് വേറെയും വഴിയൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആരെങ്കിലും എനിക്ക് ഒന്നുകൂടെ പഠിപ്പിച്ചു തന്നിരുന്നെങ്കിൽ, ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നിരുന്നെങ്കിൽ, ഒന്നും കൂടി ആ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെ ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, ഒന്നും കൂടെ ഒന്ന് കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ MS സൊല്യൂഷന്റെ LMS ബാച്ച് ഉള്ളത്. നിങ്ങൾ ക്ലാസ് കേട്ട് സ്കൂളിൽ നിന്ന് തിരിച്ചെത്തി കഴിഞ്ഞാലും പഠിക്കുന്ന ടോപ്പിക്സ് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ LMS ബാച്ചിന് 3 ബാച്ചസ് ആണ് വരുന്നത്. ഒന്ന് ബേസ് ബാച്ച്, ഒന്ന് മെയിൻ ബാച്ച്, അതേപോലെ തന്നെ ഒന്ന് പ്രീമിയം ബാച്ച്. അപ്പോൾ ഈ ബാച്ചസ് എന്തൊക്കെയാണ്, എന്താണ് ഈ 3 എണ്ണത്തിന്റെയും വ്യത്യാസം, എന്താണ് എനിക്ക് ഈ 3 എണ്ണത്തിലും ചേരുമ്പോൾ കിട്ടുന്ന ഡിഫറൻസ് എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാനും അതുപോലെ തന്നെ എങ്ങനെ ഈ ഒരു വർഷം കിടിലമായിട്ട് പഠിക്കാം, എങ്ങനെ A+കൾ നേടാം എന്നെല്ലാം സെറ്റാക്കി തരാനായിട്ട് ഒരു കിടിലൻ ഓറിയന്റേഷൻ ലൈവുമായിട്ട് ഞങ്ങൾ എത്തുന്നുണ്ടായിരിക്കും നാളെ രാത്രി കൃത്യം 7:30. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, മസ്റ്റ് ആയിട്ട് ആ ഒരു ലൈവ് അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. 2 നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്, ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് കേട്ടോ. അപ്പൊ മക്കളെ, ബേസ് ബാച്ച് ഉണ്ട് നമുക്ക്, അതേപോലെ തന്നെ നമുക്ക് മെയിൻ ബാച്ച് ഉണ്ട്, പ്രീമിയം ബാച്ച് ഉണ്ട്. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും, എന്താ പോയി 3 എണ്ണത്തിന്റെ വ്യത്യാസം. ഒരു പേടിയും വേണ്ട, നമ്മുടെ ഓറിയന്റേഷൻ ലൈവിലേക്ക് വന്നാൽ മതി, എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും. അപ്പൊ ആരും സ്കിപ്പ് ചെയ്യരുത്. നാളെ രാത്രി കൃത്യം 7:30 നമ്മുടെ ബാച്ച് ലൈവ്, നമ്മുടെ ഓറിയന്റേഷൻ ലൈവ് വരുന്നത്. സോ എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് ലൈവ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ നമുക്ക് സെറ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. ഈ ഒരു വർഷം അടിപൊളി അക്കാഡമിക് ഇയർ ആക്കിയിട്ട് നമുക്ക് മാറ്റണം. ഹാപ്പി ആയി കോൺഫിഡൻസോട് കൂടി നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റണം. എല്ലാവരും എന്ത് ചെയ്യുക, സെറ്റ് ആയിട്ട് ഇരിക്കുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.